കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ഉള്ളടക്കം പരിശോധിക്കാനുള്ള ഫാക്ട് ചെക്ക് യൂണിറ്റ് വിജ്ഞാപനം തടഞ്ഞ സുപ്രീം കോടതി. നീക്കം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്ന് കോടതി നിരീക്ഷിച്ചു. അതേസമയം പ്രധാനമന്ത്രിയുടെ വികസിത ഭാരത സന്ദേശം വാട്സാപ്പിലൂടെ പ്രചരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കി. പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, തല്ലും തലോടലുമുണ്ട്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബൽറാം. ഉന്മേഷ്, കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാകുന്നതാണ് ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റിന്റെ വിജ്ഞാപനം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ തീരുമാനം എന്നുള്ളത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിൻ്റെതായാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ സംബന്ധിച്ച് അതിൻ്റെ ഉള്ളടക്കം പരിശോധന നടത്തി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അത് കീഴിൽ വരുന്ന ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതായിരുന്നു ഈ വിജ്ഞാപനം എന്നുള്ളത്. 2021 IT നിയമത്തിന്റെ ഭേദഗതി ചെയ്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് സ്ഥാപിച്ചത്. ഈ വിജ്ഞാപനം ഇറങ്ങി 24 മണിക്കൂറിനകം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇതിനെതിരായ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്. എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ, ഒപ്പം തന്നെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കാംറ എന്നിവർ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. ഈ വിഷയത്തിൽ ബോംബെ ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന ഹർജി, ആ കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കുന്നത് വരെയാണ് ഫാക്ട് ചെക്കിംഗ് യൂണിറ്റിന് ഈ സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് തെറ്റായ ഉള്ളടക്കം എന്ന് വിധി എഴുതുന്ന ഉള്ളടക്കങ്ങൾ 72 മണിക്കൂറിനകം സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നും നീക്കം ചെയ്യുന്നതാണ് എന്നുള്ളതാണ് നിലവിലെ ചട്ടം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ തടയാൻ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഒരു സംവിധാനം ഒരുക്കിയത് എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നും. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.